ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വിളിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിങ്ങളല്പം കൂടെ ജീവനോടെ നമ്മൾ പള്ളിയിലാണ്, പക്ഷെ നമ്മുടെ മനസ്സ് മറ്റ് പല കാര്യങ്ങളിലും. ഇതിൻ്റെ മേൽക്കൂര വളരെ മനോഹരമായിരിക്കുന്നല്ലോ, അതല്ലെങ്കിൽ അച്ഛന് കുറച്ച് പൊക്കമുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളിലാണ് നിങ്ങൾ മനസ്സ്. നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് മനസ്സും വേണം, ശരീരം ഇവിടെ ആയിരിക്കുന്ന പോലെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണം. ഒരു നിമിഷം നമുക്ക് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. എല്ലാവരും പറയാം. നിങ്ങൾ ഇങ്ങനെ മറ്റ് പ്രോഗ്രാമുകൾ കഴിഞ്ഞു കുട്ടികളുടെയൊക്കെ, നമുക്കിതിനകത്തേക്കൊന്നും കയറിയില്ലെങ്കിൽ ഇവിടുന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യങ്ങളൊന്നും ഒതുങ്ങിയോ? നമ്മളൊരു 3 നിയോഗം ഒന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവസങ്ങൾ ഒത്തിരി പേര് പരീക്ഷ എഴുതുന്നു. നാട്ടിൽ ഇവിടെയല്ല, ഒത്തിരി പേര് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഒരു നിമിഷം നമ്മളൊന്ന് കണ്ണുകളടയ്ക്കാമോ? നിങ്ങളുടെ ബന്ധപ്പെട്ടവരാരെങ്കിലും ഈ ദിവസങ്ങളിലോ ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ അവരെ മനസ്സിൽ കണ്ടു ഒന്ന് അനുഗ്രഹിച്ചേ. എന്നിട്ട് ഈ നാളുകളിൽ അവരെഴുതുന്ന പരീക്ഷയിൽ ദൈവം അവർക്ക് വിജയം കൊടുക്കട്ടെ. നെഹമ്യാ 2:20 സ്വർഗത്തിൻ്റെ ദൈവം അവർക്ക് വിജയം നൽകും. ഈ വചനത്തിൻ്റെ ശക്തി അവരുടെ ജീവിതത്തിൽ സംഭവിക്കണം. ആഗ്രഹത്തോടിന്ന് പ്രാർത്ഥിച്ചേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 2ാമത്തെ നിയോഗം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ആത്മശാന്തി. നിങ്ങളൊരു 3 പേരെ മനസ്സിലൊന്ന് കണ്ടേ. നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ പൂർവികരായിട്ടോ ബന്ധുക്കളായിട്ടോ മരണം മൂലം വിളിക്കപ്പെട്ടവര്, അവരുടെ ജീവിതത്തിൽ അവർക്ക് വന്ന കുറവുകൾക്കൊരു പരിഹാരവും നിത്യ സൗഭാഗ്യത്തിലേക്കുള്ള ഒരു തുറവിയും അവർക്ക് കിട്ടാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1, നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരനർത്ഥവും അവരെ സമീപിക്കുകയില്ല. ഈശോ, ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ ആ ആത്മാക്കളിൽ സംഭവിക്കട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. 3ാമത്തെ നിയോഗം, പ്രത്യേകമായി രോഗാവസ്ഥയിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവര്. ശാരീരിക രോഗങ്ങൾ കൊണ്ട് മരുന്ന് കഴിക്കുന്നവർ, ആശുപത്രിയിലായിരിക്കുന്നവർ, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നവർ, ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവർ. ഈ നാളുകൾ ഒത്തിരി പേര് അങ്ങനെ മേഖലയിൽ പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. നമുക്ക് ഈ സമയത്ത് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, മരുന്നല്ല, ലേപന ഔഷധങ്ങളല്ല, അങ്ങയുടെ വചനമാണല്ലോ സൗഖ്യം. ജ്ഞാനത്തിന്റെ പുസ്തകം 16:12 ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ചേർന്ന് പാടി, മറിയമേ നിന്റെ നിത്യസഹായം
ആ പാട്ടിന് വലിയ അർത്ഥമുണ്ട്, വലിയ പഴക്കമുള്ള പാരമ്പര്യമുള്ളൊരു പാട്ടാണിത്. പരിശുദ്ധ അമ്മയുടെ നിത്യസഹായം നമുക്ക് ആവശ്യമുണ്ട്. ഈ തിരുമണിക്കൂറിൽ തിരുവചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. അവൻ അവരോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ? ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം ഈ സമയത്ത് നിറയാൻ വേണ്ടി മറിയമേ നിന്റെ നിത്യസഹായം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഭാഗ്യവിഹീനരെ ഭാഗ്യവിഹീനരെ നിത്യവും കാത്തിടാൻ കീഴ്പേഴും താങ്ങായി നിന്നെ നിൻ പുത്രനേൽപ്പിച്ചു പരമദീതനെ ഞങ്ങളെ കാത്തിടണേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43 മുതലുള്ള തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും, എന്നാൽ ആശ്വാസം കണ്ടെത്തുകയില്ല. അപ്പോൾ അതിങ്ങനെ പറയും, ഞാൻ ഇറങ്ങിപ്പോയ ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. അപ്പോൾ ആ ഭവനം അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി അത് കാണുന്നു. അപ്പോൾ അത് പുറത്തു ചെന്ന് തന്നെക്കാൾ ദുഷ്ടരായ 7 അശുദ്ധാത്മാക്കളെ കൂട്ടി ആ ഭവനത്തിൽ പ്രവേശിച്ച് വാസമുറപ്പിക്കും. അങ്ങനെ ആ മനുഷ്യന്റെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കാമോ? ഈശോ മിശിഹായ്ക്ക് ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, ഈശോ മിശിഹായ്ക്ക് ഹല്ലേലൂയ. ഇന്ന് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? ഓക്കെ. ആഹാ, യെസ്. ഞാനിപ്പോൾ ആദ്യം സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ് ഇന്നലെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഇതുവരെ വന്നത്, ഇപ്പോൾ ആദ്യമായിട്ട് വന്നവർക്ക് വേണ്ടി അതിൻ്റെ ഒരു സംക്ഷിപ്തം നിങ്ങൾ ശ്രദ്ധിക്കണേ. വെള്ളിയാഴ്ച വൈകിട്ടാണ് നമ്മളിത് ആരംഭിച്ചത്. പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം 1.5 മണിക്കൂർ നമ്മൾ പങ്കുവെച്ചത്, ഒന്ന്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ള ബോധ്യത്തെക്കുറിച്ചാണ്. ഞാൻ ആരംഭിച്ചത് ഇങ്ങനെയായിരുന്നു. ബൈബിളിൽ 35,379 തിരുവചനങ്ങളുണ്ട്. അതിൽ 8,500 വചനങ്ങളും പ്രോമിസാണ്, വാഗ്ദാനങ്ങളാണ്. അതിലൊരു 76 വചനങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അവിടെയാണ് നമ്മൾ ആരംഭിച്ചത്. ഓർക്കുന്നില്ലേ നിങ്ങൾ? യെസ്. ഉദാഹരണത്തിന് ഉൽപ്പത്തി 12:2 ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതല്ലെങ്കിൽ ഉൽപ്പത്തി 22:17 ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിയമാവർത്തനം 28:3 നഗരത്തിലും വയലിലും നീ ഒരു അനുഗ്രഹമായി. സങ്കീർത്തനം 115:12 കർത്താവിന് നമ്മെക്കുറിച്ചൊരു വിചാരമുണ്ട്, അവൻ നമ്മെ അനുഗ്രഹിക്കും. ലൂക്ക 24:50 ഓർക്കുന്നുണ്ടോ? ലൂക്ക 24:50 അവൻ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അപ്പോൾ അതായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൻ്റെ ചുറ്റും ഇരിക്കണം. കാരണം നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തണം. അതിനാണ് നമ്മൾ ധ്യാനം സംഘടിപ്പിക്കാറുള്ളത്. ധ്യാനം എന്ന് പറയുന്നത് രോഗശാന്തി ശുശ്രൂഷയോ പ്രശ്നപരിഹാര വേദി ഒന്നുമല്ല. ആത്യന്തികമായിട്ട് ധ്യാനം, വാർഷിക ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വിശ്വാസവും ബോധ്യവും അത് ഒരു നല്ല ആത്മശോധനയാണ്. ആത്മശോധന, ഒരു മടക്കം, ഒരു തിരിച്ചുവരവ്. വിലാപങ്ങൾ 3:40 നമുക്ക് നമ്മുടെ മാർഗങ്ങളൊന്ന് പരിശോധിച്ച് കർത്താവിലേക്ക് മടങ്ങി വരാം. വിലാപങ്ങൾ 4:1 സ്വർണം എങ്ങനെയാണ് മങ്ങിപ്പോയത്, തങ്കത്തിന് എവിടാണ് മാറ്റം വന്നത്, വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലകളിൽ ചിതറിക്കപ്പെട്ടു പോയത് എങ്ങനെയാണ്, അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തുപോയത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ഒരു ആത്മശോധനയാണ്. പുസ്തകം ഏതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വചനം ഏതാണ്? വിലാപങ്ങൾ 4-ാം അധ്യായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മശോധനയ്ക്ക് നമ്മളെ സഹായിക്കുന്നത് ദൈവവചനമാണ്.
ആയിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത്. ബൈബിൾ എടുത്തതാണ് നമ്മുടെ പുണ്യം, ബൈബിൾ തുറന്നതാണ് നമ്മുടെ ഐശ്വര്യം, അത് വായിച്ചു മുത്തിയതാണ് സൗഭാഗ്യം. ഞാൻ ബൈബിൾ മനഃപ്പാഠമാക്കുന്ന ഒരു അച്ഛനാണ്. സുവിശേഷങ്ങളൊക്കെ ഞാൻ പഠിച്ചു. കാരണം ഇത് ഇങ്ങനെ വചനം കയറി കയറി വരാൻ തുടങ്ങിയിടത്തോളം എൻ്റെ ജീവിതത്തിൽ വന്ന സൗഭാഗ്യങ്ങൾക്ക് കണക്കില്ല. വചനം കയറണം. അതായിരുന്നു നമ്മൾ ആദ്യത്തെ ദിവസം സംസാരിച്ചത്. അതിനുശേഷം ഒരു ആരാധന നടത്തി നമ്മൾ പ്രാർത്ഥിച്ചു. സന്ധ്യയായി, രാത്രിയായി, ഒന്നാം ദിവസം. ഹല്ലേലൂയ. ഓ, ഞാൻ തന്നെ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സമാധാനത്തിനാണ്. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, സന്തോഷമുണ്ട്. ഇന്നലെ രാവിലെ 9 മണിക്ക് 9:30 നമ്മൾ ജപമാല ആരംഭിച്ചു. 10 മണി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മുഴുവൻ ഏറ്റവും വിശുദ്ധമായൊരു കുമ്പസാരം എങ്ങനെ നടത്താമെന്നതിനെ കുറിച്ചായിരുന്നു. അതിന് രാവിലെ കുരിശിൻ്റെ വഴി ചൊല്ലിയപ്പോൾ എനിക്ക് കിട്ടിയൊരു പ്രചോദനമായിരുന്നു. നോമ്പുകാല ഒരുക്ക ധ്യാനമായതുകൊണ്ട് ഈശോയുടെ പീഡാസഹന വിവരണങ്ങളിലെ 6 രംഗങ്ങളിൽ നിന്ന് ജീവിതത്തെ മാനസാന്തരപ്പെടുത്തുന്ന ആഴപ്പെട്ട ചിന്തകൾ പഠിക്കുക. അങ്ങനെ നമ്മൾ 6 രംഗങ്ങൾ ധ്യാനിച്ചു. ഓർക്കുന്നില്ലേ? 1 പിലാത്തോസ്, 2 കുരിശിലെ കള്ളൻ, 3 പത്രോസ്, 4 ഈശോയുടെ അന്ത്യപ്രലോഭനം, 5 പിന്നെ ഏതായിരുന്നു? യൂദാസ്, 6 സേവകൻ. യെസ്. അപ്പോൾ ഈ 6 രംഗങ്ങൾ ധ്യാനിച്ച് ഉച്ചയായി. പക്ഷേ അത് നല്ല ആഴമുള്ള ഒരു അനുതാപത്തിന് കാരണമായി നമ്മളെ മാറ്റി. നമ്മൾ ധ്യാനിച്ചത് 6 മേഖലയിലെ പാപങ്ങളായിരുന്നു. ദൈവഭയം നഷ്ടപ്പെട്ടു പോകുമ്പോഴുള്ള കുഴപ്പങ്ങൾ, അതുപോലെ ക്ഷമിക്കേണ്ട മേഖലകൾ, അതുപോലെ കാപട്യത്തിൻ്റെ മേഖലകൾ. ഓർമ്മയില്ലേ? അപ്പം അങ്ങനെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഈശോയുടെ പീഡാസഹനം ധ്യാനിച്ചിട്ട് വീണ്ടും നമ്മൾ അനുതാപത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിച്ചു. മനോഹരമായി നമ്മൾ ഒരു കുരിശിൻ്റെ വഴി നടത്തി. ഓർക്കുന്നുണ്ടോ? നന്നായിരുന്നില്ലേ? യെസ്. കണ്ണുനീരിൻ്റെ കുമ്പസാരക്കൂട്ടിലേക്ക് കണ്ണുനീരോടെ നമ്മൾ ഒരുങ്ങാൻ ഒരു പീഡാസഹന ധ്യാനം നടത്തി. എന്നിട്ട് സുന്ദരമായിട്ട് കുമ്പസാരിച്ചു. എനിക്കൊരു വലിയ സന്തോഷം തോന്നിയത് ഈ ധ്യാനം ഞാൻ ഏൽക്കുമ്പോൾ എനിക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. കാരണം 2 വർഷമായിട്ട് ഞാൻ ധ്യാനിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ജർമ്മനി വന്നിട്ട് ഒരു 9 സ്ഥലങ്ങളിൽ ഇതുപോലെ വചനം പറയാൻ പോയിട്ടുണ്ട്. പക്ഷേ നൈറ്റ് വിജിലായിട്ടും 1 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ. അവിടെ എവിടെയും കാണാത്ത പോലെ സുന്ദരമായ കുമ്പസാരങ്ങൾ ഇന്നലെ നടന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. 5 മണിക്ക് തീരുമെന്ന് വിചാരിച്ച് കുമ്പസാരം 6:45 തീർന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ധ്യാനം വിജയിച്ചു. ഇനി എനിക്ക് അതിനെക്കുറിച്ച് വേറൊരു ഉത്കണ്ഠയുമില്ല. ഇനി ഇന്നതിന് വലിയ പ്രസക്തിയില്ല. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് കുമ്പസാരമാണ്. അതിനുശേഷം നമ്മൾ സുന്ദരമായി പരിശുദ്ധ കുർബാന അർപ്പിച്ചു. ക്ലിയർ? സന്ധ്യയായി, രാത്രിയായി, 2-ാം ദിവസം. ഹല്ലേലൂയ. കഷ്ടമാണ്. ഹല്ലേലൂയ. യെസ്. അങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്തെങ്കിൽ ഒരു വിവേകം ഇത്രയും ചെയ്തവരോടാണ് ഇപ്പം ഞാൻ പറയണത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും എല്ലാം ഇങ്ങനെ മല്ലിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു കൃപയിലേക്ക് വളരാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇത്രയും ചെയ്തെങ്കിൽ നമുക്കൊരു വിവേകമുണ്ടാവണം എന്ന് പറഞ്ഞാൽ, ഒരുപക്ഷെ ജർമ്മനി വന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ 2 ദിവസമൊക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് വചനം കേട്ട് കുമ്പസാരിക്കുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു നല്ല അനുഗ്രഹം കിട്ടും, ഒരു ഗ്രേസ് വരും. ഗ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാരൂപി സജീവമാകുന്ന അവസ്ഥയുടെ പേരാണ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ. ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളിലും ആത്മാവ് നമ്മളെ നയിക്കുന്നു, ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, മനസ്സിൽ വലിയ ആനന്ദം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു തൃപ്തിയുള്ള ജീവിതം ആണ് ഗ്രേസ്. പക്ഷേ നമ്മളിപ്പോൾ വായിച്ചൊരു സുവിശേഷ ഭാഗം ശ്രദ്ധിക്കണം. ഇത് ഇന്നലെ പറയേണ്ടതായിരുന്നു, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. നമ്മളിങ്ങനെയാണ് വായിച്ചത്: അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ അത് വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും, ആശ്വാസം തേടി. ഇവിടെയൊക്കെ വരണ്ട സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും അവൻ ഇറങ്ങും, എന്നാൽ ആശ്വാസം കണ്ടെത്തുകയില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലത്തേക്ക് തിരിച്ചു ചെല്ലും. അവൻ തിരിച്ചു വരുമ്പോൾ നമ്മൾ സെറ്റപ്പായി കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി പവറായിട്ട് നിൽക്കുകയാണ്, തൊട്ടത്തെറിച്ചു പോകും, കയറാൻ പറ്റിയല്ല. അപ്പോ അത് പുറത്ത് നിന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 പേരെ കൂട്ടി അതിനകത്ത് കയറും. ഇവന് തന്നെയാണ് കയറാൻ പറ്റാത്തത്.
കുറച്ചുകൂടെ തീവ്രമായി എന്തെങ്കിലും നമ്മൾ വീഴും. അങ്ങനെ അവൻ്റെ സ്ഥിതി ആദ്യത്തിനേക്കാൾ ശോകമാകും. ഈശോ പറഞ്ഞാണേ, അങ്ങനെ അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുള്, നമ്മളിൽ നിന്ന് വിട്ടിറങ്ങിയ ഒരു തിന്മയുടെ അരൂപി പൂർവാധികം തീഷ്ണതയോടെ തീവ്രതയോടെ നമ്മളെ ഉറ്റുനോക്കുന്നുണ്ട്. ഇതൊരു വലിയ ബോധ്യമാണേ. നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല കുമ്പസാരം നടത്തിയോ പിറ്റേ ദിവസം ഒടുക്കത്തെ പ്രലോഭനമായിരിക്കും. നല്ലൊരു ധ്യാനം കൂടി പിറ്റത്തെ ആഴ്ച ഇതുവരെ ഇല്ലാത്ത പ്രലോഭനമായിരിക്കും. അതായത് നമ്മളെ വിട്ടുപിരിഞ്ഞൊരു തിന്മയുടെ അരൂപി പഴയതിനേക്കാൾ ശക്തമായി നമ്മളെ ഉറ്റുനോക്കും. ചുമ്മാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന് അല്ലെ നിങ്ങളുടെ തൊഴുത്തിൽ നിന്ന് ഒരു പശു ഇറങ്ങിപ്പോയി, സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിനെ പിടിക്കൂലേ? നിങ്ങൾ പോയിട്ട് പിന്നെയും പിടിച്ചോണ്ട് കിട്ടൂലേ? കാരണം അത് ഇന്നലെ വരെ അത് എൻ്റെ ആയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നലെ സംഭവിച്ചെന്താണ്? സാത്താന് അടക്കി ഭരിക്കാൻ കിട്ടിയിരുന്ന ഒരു 100 പേര്, ആ 100 പേരാണ് സാത്താൻ നഷ്ടപ്പെട്ടത്. അവൻ വെറുതെ ഇരിക്കൂ? അതിനെ തിരിച്ചു പിടിച്ചവൻ അവൻ പെർമനന്റ് ബുക്കിംഗ് എന്ന് വിചാരിച്ചാണ് ചാടിപ്പോയി. അതായത് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. കുറച്ചാൾ മുമ്പ് ഞാൻ വായിച്ചൊരു കഥയാണ്, പക്ഷെ അതൊരു കാര്യമുണ്ട്. ഒരുമിച്ച് പറഞ്ഞു ഹല്ലേലൂയ. അല്ലെ, ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സഭ മുഴുവൻ ഉറങ്ങുന്ന സമയമാണ് ഈ 2 മണി 3 മണി സമയം. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ കൂർക്കം വലിക്കുന്നു, അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. യെസ്. ഞാൻ വായിച്ചൊരു കഥ, അതായത് കുറച്ച് നാൾ മുമ്പ് നരകത്തില് ഒരു വലിയൊരു ഡിബേറ്റ്, ഒരു ചർച്ച സംഘടിപ്പിക്കപ്പെട്ടു. ലൂസിഫർ ചേട്ടനാണ് ഈ ചർച്ചയുടെ മോഡറേറ്റർ. ബെൽസെബൂലാണ് ഇതിന്റെ ഓർഗനൈസർ. എവിടെയാണ് ചർച്ച? ആരാണ് നടത്തുന്നത്? നരകത്തിലെ സകലമായ പിശാചുകളും വിളിച്ചു കൂടിയിട്ടുണ്ട്. ഇവരുടെ ചർച്ചയുടെ വിഷയം ഭൂമിയിൽ ധ്യാന കേന്ദ്രങ്ങളും ബൈബിൾ കൺവെൻഷനുകളും ആത്മീയ പ്രസ്ഥാനങ്ങളും പെരുകുന്നത് നരകത്തിന് വെല്ലുവിളിയോ അല്ലയോ? ഇതാണ് ചർച്ചയുടെ ടോപ്പിക്. അപ്പൊ ഇവനിത് വിളിച്ചു കൂട്ടുന്നതിന് തലേദിവസം ഒരു കാര്യം ഉണ്ടായി. ഡൊമിനിക് അച്ഛൻ്റെ വലിയൊരു കൺവെൻഷൻ നടന്നു. അപ്പൊ ഇവര് പെർമനന്റ് ബുക്കിംഗ് എന്ന് വിചാരിച്ച് 2714 പേരാണ് ക്യാൻസലായി പോയത്. എത്ര പേരാണ് ക്യാൻസലായി പോയത്? 2714. അപ്പൊ ഇങ്ങനെ പോയി ഇത് പൂട്ടും. ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, ഈ കൺവെൻഷൻ നടക്കുമ്പോണ്ടല്ലോ, ഞാനും കൺവെൻഷനുകൾ പോയിക്കൊണ്ടിരുന്ന അച്ഛനാണ്, എനിക്കറിയാം. വർഷങ്ങളായിട്ട് കുമ്പസാരിക്കാത്ത ഒരു കൺവെൻഷൻ വന്നതിൽ കുമ്പസാരിക്കും. എന്നുവെച്ചാൽ പള്ളി അലർച്ചയുള്ള ആൾക്കാരുണ്ട്. ഇത് ഗ്രൗണ്ടിലൊക്കെ ആണല്ലോ, അപ്പൊ ഇങ്ങനെ കുമ്പസാരക്കൂടെ വഴി കൂടെ ഒക്കെ ഉണ്ടാവും. എന്നാൽ അങ്ങ് കുമ്പസാരിക്കും. ഇങ്ങനെ എത്ര എണ്ണമാണ് ഇപ്പം ഔട്ടായത്? അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതാണ് ഇവരുടെ ചർച്ചയുടെ ഡിബേറ്റിന്റെ ടോപ്പിക്. ഭൂമിയിൽ കൺവെൻഷൻ പെരുകുന്ന, അല്ലെ ഇപ്പൊ ജീസസ് യൂത്ത് സജീവമാകുന്നത് നരകത്തിന് വെല്ലുവിളിയോ അല്ലയോ? ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ലൂസിഫറിന് ദേഷ്യം അങ്ങോട്ട് കൂടി. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. അങ്ങനെ ചിലരുണ്ടോ, ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞില്ലേ ദേഷ്യം വരും. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോ അങ്ങ് ഏറ്റവും പുറകിലിരുന്ന ഒരു സീനിയർ പിശാച്, പുള്ളി റിട്ടയർ ചെയ്തു. പണ്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു, ഇപ്പൊ വീൽ ചെയറിലാണ്. അവൻ അവിടെ നിന്ന് ഉറക്ക കൈകൊണ്ട് പറഞ്ഞു, ഇയാള് ചുമ്മാ തൊള്ള കയറണ്ട, ഇയാൾ തമാശ പറയാതെ ഒരു ചുക്കുമില്ലെന്നോ. അതെന്താണ്? കർത്താവിന്റെ കൂടെ നടന്നവന്മാരെ നമ്മൾ പിടിച്ചതല്ലേ, പിന്നെയാണ് കൺവെൻഷൻ, ഇയാൾ തമാശ പറയില്ലേ? അപ്പൊ അയാൾ എന്തോ വലിയ കാര്യമാണ് പറയണത്. അപ്പൊ ഉടനെ ലൂസിഫർ പറഞ്ഞു, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഫ്രണ്ടിൽ നിന്ന് 2 കുട്ടിപ്പിശാചുകൾ പോയിട്ട് വീൽ ചെയർ തള്ളി അവനെ സ്റ്റേജിൽ കയറ്റിയിട്ട് ഇയാളുടെ മൈക്ക് കൊടുത്തു. ഇയാൾ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ വായിക്കാൻ പറഞ്ഞു. എന്താണ് ഈ പറയണത്? അവിടെ കിടപ്പുണ്ട്, ഇതൊന്നും പേടിക്കണ്ടാണ്. അയാള് പറയണത്, ദൈവത്തിന്റെ കൂടെ നടന്നുകൊണ്ടിരുന്ന ആദ്യ മാതാപിതാക്കളെ പിടിക്കാൻ നമ്മളെടുത്തൊരു ലോജിക്കുണ്ട്. ഉൽപ്പത്തി 3:6 അവൻ പറഞ്ഞത്. ആ പഴം ആസ്വാദ്യകരവും കണ്ണിന് ഇമ്പകരവും കണ്ണിന് ഇമ്പകരവും അറിവേകുമെന്ന് തോന്നുന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ടതുകൊണ്ട് അവൾ അത് പറിച്ചു. ഇതാണ് ഉൽപ്പത്തി 3:6. ആ പഴം കാതിന് ഇമ്പകരവും കണ്ണിന് ആസ്വാദ്യകരവും അറിവേകുമെന്ന് തോന്നുന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ടതുകൊണ്ട്
അവളത് പറിച്ചു. ഈ പ്രിൻസിപ്പിൾ വെച്ച്, ഈ ലോജിക്ക് വെച്ച് പുതിയൊരു സാധനം ഇറക്ക്. പിന്നെ അവന്മാർ അതിനകത്തിരുന്നോളും. പിന്നെ പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥിക്കാനും വരത്തില്ല, ധ്യാനത്തിനും പോകത്തില്ല, കൺവെൻഷനും പോകത്തില്ല. കണ്ണിന് ഇമ്പകരം, കാതിന് ആസ്വാദികരം, അറിവേകുമെന്ന് തോന്നുന്നതിനാൽ അഭികാമ്യം. പക്ഷേ ഇതില്ലാണ്ടെന്ന് ജീവിക്കാനും പറ്റത്തില്ല. പക്ഷേ വിവേകത്തിന്റെ ബാലദശ പിന്നിടാത്തതിന് ഇത് മാരക അപകടമാണ്. ഇതുകൊണ്ട് എന്തോരം നന്മകളുണ്ടാവുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിന് ചുരുക്കത്രേ ഉള്ളൂ. ഈ ഭൂമിയിൽ നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായും നമുക്ക് കൈവരുന്ന ദൈവാനുഗ്രഹങ്ങൾ കവർന്നെടുക്കാനുള്ള ശക്തമായ പ്രവർത്തനം നടക്കും. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 17:15 ഈശോ പ്രാർത്ഥിച്ച പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിക്കുക. യോഹന്നാൻ 17:15 ഈശോ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ലോകത്തിൽ നിന്ന് അവരെ എടുക്കണം എന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്താ ഈശോ പ്രാർത്ഥിച്ചത്? ഇവൻ ഇങ്ങനെ പുറകെ നടക്കുമ്പോ അവന്റെ കൈ വീഴല്ലേ, അത്രയും മതി. വചനം ഏതാണ്? വചനം യോഹന്നാൻ 17:15. വെളിപാട് പുസ്തകം 12:12 എന്നറിയോ? അല്പകാലം മാത്രമേ അവശേഷിച്ചിരിക്കുന്നു എന്ന് കണ്ട് അരിശം പൂണ്ട് പിശാച് നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനെ ചെറുക്കണമെന്ന്. വചനം ഏതാണ്? വെളിപാട് 12:12. അല്ലെങ്കിൽ 1 കൊറിന്തോസ് 11:14 പൗലോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, ഭയപ്പെടണ്ട, പിശാച് പോലും ദൈവദൂതന്മാരുടെ വേഷം കെട്ടിപ്പോലും വരാറുണ്ടല്ലോ. നോക്കി, അങ്ങനെയും വരും. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്നറിയാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ ചെറുക്കുവിൻ. വചനം ഏതാണ്? എന്നാ കേട്ടോണ്ടേ, വചനം പറ. 1 പത്രോസ് 5:8. അതിന് മുമ്പ് പറഞ്ഞെന്താണ്? 1 കൊറിന്തോസ് 11:14. അതിന് മുമ്പ് പറഞ്ഞതാണ് വെളിപാട് 12:1. കറക്റ്റ്, യെസ്, സൂപ്പർ. അതിന് മുമ്പ് പറഞ്ഞതാണ് യോഹന്നാൻ 17:14. ലൂക്കാസ് സുവിശേഷം 22:31. ശമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ശ്രമിച്ചു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈശോ പറയാണ്, എടാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, റാവു തൊടിയല്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മൾ കുമ്പസാരിച്ചു, പ്രാർത്ഥിച്ചു, ധ്യാനം കൂടി, ആരാധന നയിച്ചു. അടിയന്തരമായി നമുക്കുണ്ടാകേണ്ടതും നമുക്കില്ലാത്തതുമായൊരു സത്യമുണ്ട്. ആത്മീയ വിവേകം, ആത്മീയ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ, മർമ്മം പറയാൻ പോണേ, ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഒരു രീതിക്ക് ഞാൻ പറയുന്നേ. അതായത് പ്രിയപ്പെട്ടവരെ, അതായത് ഉദാഹരണം പറഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 11:12 ഈശോ പറയാണ്, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന്റെ വിഷയമാണ്, ബലവാന്മാർ അത് പിടിച്ചടക്കും. വചനം മത്തായി 11:12 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ആത്മീയമായൊരു മല്ലയുദ്ധത്തിൽ ഈ മൽപ്പിടുത്തം നടത്താത്തവന് സ്വർഗമോ അതിന്റെ കൃപകളോ പറഞ്ഞിട്ടില്ല എന്ന്. ഉദാഹരണത്തിന് നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുകയാണ്, ധ്യാനം കൂടിയല്ലോ, നാളെ തൊട്ട് ബൈബിൾ വായിക്കണം. അച്ഛൻ കുറെ ബൈബിളൊക്കെ പറഞ്ഞല്ലോ, ഞാനും ബൈബിൾ വായിക്കാൻ പോകണം. നാളെ തൊട്ട് രാത്രി 10 മണിക്ക് ഞാൻ ബൈബിൾ വായിക്കും, ബൈബിൾ വായിച്ചിട്ട് കിടക്കുള്ളൂ. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, അത് നടക്കില്ല. ഒന്നെങ്കിൽ ഈ 10 മണി സമയമാകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ ആ സമയത്ത് വല്ല ഗസ്റ്റ് വരുമോ, അതല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം TV-യിലോ ഫോണിൽ നിങ്ങൾ കാണും, അല്ലെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ ഉറക്കം വരും. എന്താണ് ആത്മീയ വിവേകം? ശ്രദ്ധിക്കണേ, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ആത്മീയ തീരുമാനങ്ങൾ, പോസിറ്റീവായ തീരുമാനങ്ങൾ, കൃപയുടെ തീരുമാനങ്ങൾ, നമ്മൾ ഈ തീരുമാനമെടുക്കുന്ന അതേ സമയം തന്നെ ആ തീരുമാനത്തെ തകർക്കാൻ മറ്റൊരു തീരുമാനവും എടുക്കപ്പെടുന്നുണ്ട്. ഇതാണ് ആത്മീയ വിവേകം. ഞാൻ മല്ല് പിടിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ആത്മീയ വിവേകം ഉണ്ടെങ്കിൽ പ്രശ്നം അനുഗ്രഹം എന്താണെന്നറിയോ? നമ്മൾ വിചാരിക്കണം നാളെ വൈകുന്നേരം ബൈബിൾ വായിക്കണമെന്ന്.
പക്ഷെ നമുക്കിങ്ങനെ ഒരു ബോധ്യമുണ്ട് അത് തകരും. അങ്ങനെയെങ്കിൽ ഈ വൈകുന്നേരം 10 മണി വരെ നമ്മൾ പോവില്ല, പകരം രാവിലെ 10 മണിക്ക് മുമ്പേ നമ്മളത് ചെയ്യും. കാരണം നമുക്കറിയാം, കൃപയിൽ വളരുക, വിശ്വാസത്തിൽ വളരുക, കൃപയിൽ അഭിഷേകം പ്രാപിക്കുക ഇത് എളുപ്പമല്ല. സ്വർഗരാജ്യം ബലപ്രയോഗത്തിൻ്റെ വിഷയമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ ഒരു കൃപ കിട്ടിയ മനുഷ്യരൊക്കെ ആ കൃപയിൽ തുടരാൻ വേണ്ടി പിന്നീട് അങ്ങോട്ട് പരിഹാരത്തിന്റെ ജീവിതമാണ്. ഇപ്പൊ മഗ്ദലേന മറിയം, ഞാൻ മഗ്ദലേന മറിയത്തെ കുറിച്ച് വായിച്ചിരിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ ബാക്കി കാലങ്ങളിൽ അവൾ താപസ ജീവിതമായിരുന്നു. ഒരു കൃപ കിട്ടി, അതിനകത്ത് കയറാൻ വേണ്ടി ആ വ്യക്തി അനുഭവിച്ച സഹനങ്ങൾ, പരിത്യാഗങ്ങൾ, പരിഹാര പ്രവൃത്തികൾ. ബൈബിൾ അങ്ങനെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഉപവാസം, പ്രാർത്ഥന. മർക്കോസ് 9:29, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല. ദാനധർമ്മം, തോബിത്തിന്റെ പുസ്തകം 4:10, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യാക്കോബ് 5:20, മുമ്പേ പറഞ്ഞതായിരുന്നു. തോബിത് 4:10 ശ്രദ്ധിക്കുന്നുണ്ട്. അതിനിപ്പോ പറഞ്ഞ് ഇപ്പൊ പറയാം. യാക്കോബ് 5:20 ഇപ്പോഴാണ് പറഞ്ഞത്. ഓക്കെ, യാക്കോബ് 5:20 എന്നറിയോ? പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നറിഞ്ഞോളട്ടെ. എന്ത് രസം! നമുക്ക് ആ വചനം ഒന്ന് പറയാം, ഒന്ന് പറയണേ, എല്ലാവരും പറയണേ. പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നവൻ തൻ്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ ആഗ്രഹമുണ്ട് ആത്മീയമായി വളരണം, ഒരു ഗ്രേസിൽ തുടരണം. അങ്ങനെയെങ്കിൽ പരിഹാര ജീവിതമില്ലാതെ, ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും അരൂപിയില്ലാതെ, മറ്റു മനുഷ്യൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങളില്ലാതെ, ആത്മീയ ദീർഘവീക്ഷണവും വിവേകവും ഇല്ലാതെ പറ്റില്ല. ചുമ്മാ ഇങ്ങനെ കുടം കമത്തി വെള്ളം ഒഴിക്കണ പോലെ ആയിപ്പോ. അപ്പം അത്രയും ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. അത് കുമ്പസാരത്തിന് ശേഷം പറഞ്ഞ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പറയാനാണ്. ഇങ്ങനെ ഒരു 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 ചിന്ത നിങ്ങളുടെ ആത്മാവിൽ കയറുന്നില്ലെങ്കിൽ ഈ കൃപാജീവിതത്തിൻ്റെ അനശ്വര വഴികളിൽ നമ്മൾ ഇടറിപ്പോകും, നമ്മൾ വഴിതെറ്റിപ്പോവും. ഒരുമിച്ചൊന്ന് പറയാമോ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒന്നുകൂടെ എഴുന്നേറ്റ് നിൽക്കാം. ഇനിയുള്ള ഒരു മണിക്കൂർ ഇപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള ഒരു മണിക്കൂർ പറയാൻ പോകുന്നത് അത് ഗ്രഹിക്കാനും സ്വീകരിക്കാനുള്ളൊരു ആത്മീയ തുറവി നിങ്ങൾക്കുണ്ടാവണം. അത്രയേ ഉള്ളൂ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. ശരിക്കും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം. എനിക്കിത് പറയാനും ബുദ്ധിമുട്ടുണ്ട്. ഈ വിഷയം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പിശാച് പല തടസ്സങ്ങളും കൊണ്ട്, നീ ഇത് ശ്രദ്ധിക്കരുത്, നീ ഇത് കേൾക്കരുത് എന്ന് അവന് നിർബന്ധമുള്ള വിഷയമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഇത് കേട്ട് ഗ്രഹിച്ചാൽ നീ രക്ഷപ്പെടും എന്നുറപ്പാണ്. ഒരുമിച്ച് പറഞ്ഞ് ഹല്ലേലൂയ. പറ്റുമെങ്കിൽ എളിമയോടെ ഞാൻ ചോദിക്കുകയാണ്, കൈകളൊന്ന് യാചന രൂപത്തിപ്പിടിക്കാവോ? എന്നിട്ട് 1 മിനിറ്റ് നേരം സ്തുതിക്കാൻ പറ്റുമോ? ഒത്തിരി സ്വരമൊന്നും വേണ്ട. എന്തിനാണ് സ്തുതിക്കുന്നറിയോ? അങ്ങോട്ട് ശ്രദ്ധ. എന്തിനാണ് സ്തുതിക്കുന്നറിയോ? സ്തുതിപ്പിന് 3 മെച്ചങ്ങളുണ്ട്. ഒന്ന്, ദൈവ സാന്നിധ്യം ഏറ്റവും ശക്തമാകുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ പേര് സ്തുതിപ്പെന്നാണ്. റൈറ്റ്? നിങ്ങൾ വെളിപാട് പുസ്തകം വായിച്ചുമ്പോൾ സ്തുതിപ്പാണ്. ഇപ്പം ഇതിച്ചിട്ട് പ്രാക്ടീസ് ചെയ്താൽ അങ്ങ് എത്തിയല്ലേ, എത്തുവാണെങ്കിൽ അന്ന് നമ്മൾക്ക് ട്യൂഷന് പോകേണ്ട കാര്യം വരില്ല. അവർക്ക് പറയാം ഹല്ലേലൂയ, അവർക്ക് ഹല്ലേലൂയ. ഇനി രണ്ടാമത്തെ കാര്യം, സ്തുതിപ്പൊരു ഏകാഗ്രതയാണ്. അവിടെ പല വിചാരമില്ല. ഇപ്പം നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ്, 50 കൊന്തയില്ലെന്ന് വിചാരിക്കുക. അതിനകത്ത് ഏകാഗ്രതയുള്ള കൊന്ത എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 1 2 ഉണ്ടെങ്കിലുണ്ട്, ഇത്രേ ഉള്ളൂ. കുറെ ചൊല്ലിയായിരുന്നു കേട്ടോ, ഇത് തുടങ്ങിയപ്പോൾ തീർന്നു.
വേറെ എവിടെ ആയിരുന്നു, കൊന്തപട്ടത്തി. മെച്ചമൊന്നുമില്ല. പണ്ട് ഞാൻ തിയോളജി പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ, നിങ്ങൾ കൈകൾ ഇങ്ങനെ തന്നെ പിടിച്ചോട്ടോ, അത് ദൈവസന്നിധിയിലാണല്ലോ, ഒരു കുഴപ്പമില്ല. ഒരാളിങ്ങനെ നോക്കുന്നുണ്ടേ ഇങ്ങനെ, അതെനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല, തന്നെ പിടിച്ചോ. ഞാനും അങ്ങനെയാണ് പഠിക്കണത്. അതായത് ഞാൻ തിയോളജി പഠിക്കുമ്പോഴേ കത്തീഡ്രൽ പള്ളികളുടെ ചരിത്രം പഠിക്കുകയാണ്, ഈ ചർച്ച് ഹിസ്റ്ററി. ഞങ്ങളിത് പഠിപ്പിക്കുന്ന പ്രൊഫസർ ആദ്യം ഞങ്ങളോട് ഈ ഡോമില്ലേ, ഇവിടെ ഡോം എന്നാണ് പറയുന്നത്, നമുക്ക് നാട്ടിൽ കത്തീഡ്രൽ, രൂപതയുടെ സെൻട്രൽ പള്ളി. അപ്പോൾ ഈ കത്തീഡ്രൽ പള്ളി ഒരു രൂപതയിൽ ഏറ്റവും മെയിൻ പള്ളിയായിരിക്കും, അവിടെ ആയിരിക്കും ഏറ്റവും വീട്ടുകാർ. അപ്പോൾ ഈ ചർച്ച് ഹിസ്റ്ററി പഠിപ്പിച്ചുകൊണ്ട് അച്ഛൻ ചോദിച്ചേ, ഇപ്പം ഞങ്ങളെല്ലാ രൂപതയിൽ നിന്നും പ്രദേശമുണ്ട്, ആലൂസ് വലിയ സെമിനാരിയാണ്. ഓക്കെ, ഓരോരുത്തരെയും കത്തീഡ്രൽ പള്ളിയിലുള്ള ഫാമിലിയുടെ നമ്പർ പറയാൻ പറയും, കുടുംബങ്ങളുടെ എണ്ണം. അപ്പം അങ്ങേറ്റം തൊട്ട് ചങ്ങനാശ്ശേരി തൊട്ടങ്ങ് തുടങ്ങി. ചങ്ങനാശ്ശേരി 3000, ഓ കൊള്ളാം. എറണാകുളം 3500, ഓ കൊള്ളാം. ഇരിങ്ങാലക്കുട 2500, ഓ കൊള്ളാം. അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഓ കൊള്ളാം കേട്ടോ, വലിയ വലിയ രൂപതയാണ്. കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അടുത്തെത്തി തലശ്ശേരി. വെട്ടിയനി, തലശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ എത്ര വീട്ടുകാരുണ്ട്? 90. എനിക്ക് തലശ്ശേരി കത്തീഡ്രൽ പള്ളി 90 വീട്ടുകാരേ ഉള്ളൂ. പറഞ്ഞാൽ തലശ്ശേരി ടൗൺ സെൻറ്റർ അവിടെ ഫുൾ മുസ്ലിംസാണ്. തലശ്ശേരി രൂപത മുഴുവൻ കിടക്കുന്നത് കണ്ണൂരിൻ്റെ മലയോര പ്രദേശം. അവിടെയൊക്കെ വലിയ വലിയ എടൂര്, പേരാവൂർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ വലിയ 1000, 1500 വീട്ടുകാരുണ്ട്. പക്ഷേ ഈ കത്തീഡ്രൽ പള്ളിയിലാകത്തുള്ളൂ. ഞാനിപ്പോൾ എന്നെ കള്ളം പറയാൻ പറ്റും. ഞാനിത് പറഞ്ഞതും ഈ റാഫേൽ അച്ഛനൊരു ഒറ്റച്ചിരി, എന്തുവാണോ അവിടെ പോയി കാണിക്കണത്, കുടിയേറി പോയിട്ട് അവിടെ ഒന്നും ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. പുള്ളി ഞാനാ ചെയ്യാനാണ്, ഞാനിപ്പോൾ ഇങ്ങനെ വന്നു, എനിക്കിപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പുള്ളി അങ്ങോട്ട് കളിയാക്കി. അപ്പം എല്ലാവരും നമ്മളെ നോക്കി ചിരിക്കുകയാണ്. കറക്റ്റ് സമയത്ത് ബെല്ലടിച്ച്, ഇനി പുറത്തിറങ്ങി വധിക്കും, എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുമോ. ഞങ്ങൾ 3 പേരാണ് തലശ്ശേരി വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ ബാച്ചിലുള്ളത്. ഭാഗ്യത്തിന് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പാമ്പ്ളാനി അച്ഛനായിരുന്നു. ഇപ്പം പിതാവാണ്, അന്ന് അച്ഛനായിരുന്നു. പാമ്പ്ളാനി പിതാവിനെ അറിയത്തില്ലേ, കാണാൻ മാത്രമുണ്ട്. ഇപ്പോൾ പാമ്പ്ളാനി അച്ഛൻ ഏത് രൂപതയാണ്? തലശ്ശേരിയാണ്. അപ്പോൾ ഈ റാഫേൽ അച്ഛൻ ഒരു എരേനെ കിട്ടി, ഒരാളെ കൂടെ കിട്ടി. എൻ്റെ പാമ്പ്ളാനിച്ചു, നിങ്ങളൊക്കെ എന്ത് കാണിക്കാണ്, 90 വീട്ടുകാരൊക്കെ ആയിട്ട് കത്നാ. പാമ്പ്ളാനി പിതാവിന് മറുപടി പറയാൻ ഭയങ്കര കഴിവാണ്. പുള്ളി നോക്കിയിട്ട് പറഞ്ഞേ, അജോ റാഫേലച്ചോ, മൊയില് മാസാമാസം പറു, കാക്കിരി പൂക്കിരി കുറേ ഉണ്ടാവും, മെച്ചമൊന്നുമില്ല. പക്ഷെ ആന അങ്ങനെയല്ല അച്ചോ, 3 കൊല്ലത്തിൽ ഒരിക്കലും. അത് പെറ്റതാ, 90എങ്കിൽ 90 അച്ഛൻ, അത് ഉള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ റാഫേൽ അച്ഛനെ പിന്നെ പരിസരത്ത് കാണാനില്ല. ഇപ്പം ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയും, നിങ്ങൾ 500 കൊന്ത ചൊല്ലി വലിയ മെച്ചം ഉണ്ടാവില്ല. സ്തുതിപ്പ്, മനസ്സ് നിറഞ്ഞ് ദൈവസാന്നിധ്യത്തെ അങ്ങ് ആഴത്തിലേക്ക് വന്നിട്ട് 1 മിനിറ്റ് സ്തുതി, ആ നിമിഷം. അതാണ് സങ്കീർത്തനം 22:3, ഇസ്രായേലിൻ്റെ സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴുന്നവനെ അങ്ങ് പരിശുദ്ധൻ. ദൈവം വാഴുന്ന എന്താണ്? സ്തുതിയുടെ സിംഹാസനത്തിലാണ്. നമ്മളിങ്ങനെ സ്തുതിക്കുമ്പോൾ ആ സ്വരം ഒരു സിംഹാസനമായിട്ട് മാറും. വലിയ പള്ളി പറഞ്ഞത് ദൈവം പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. പക്ഷെ മനുഷ്യരൊരു ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ടിരുന്നുണ്ടല്ലോ, ആ നിമിഷങ്ങളിൽ സ്തുതിപ്പിൻ്റെ ഒരു അഭിഷേകം വരുന്നു. അതൊരു സിംഹാസനമാകുന്നു. അവിടേക്ക് ദൈവസാന്നിധ്യം ഇറങ്ങും. കൈകളൊന്ന് അതിനടുത്ത് പിടിച്ച്, ഞാനിനി പറയാൻ പോകുന്ന വിഷയം, കർത്താവേ എൻ്റെ ആത്മാവിനെ സഹായിക്കണം, എൻ്റെ ജീവിതത്തെ നവീകരിക്കണം, എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തണം. അത് മാത്രം ആഗ്രഹിച്ച് 1 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ദൈവ സാന്നിധ്യം നിറഞ്ഞു സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോയെ സ്തുതി. 1 മിനിറ്റ് എല്ലാവരും സ്തുതിച്ച്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ആരാധിക്കുന്നു 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതി. മടുത്തു പോലെ 1 മിനിറ്റ് സ്തുതിക്കുക. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയെ കുറിച്ച് സമയത്തൊന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്ന ഒരു പാട്ട് പാടുകയാണ്. ഈശോ ആരാധന ആരാധന ആരാധന. ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിൽ ഇത് നിറയ്ക്കണമേ. ആരാധന ആരാധന. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ബോധ്യങ്ങൾ തരണമേ. പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കാൻ കൃപ തരണമേ. പരിശുദ്ധ കുർബാനയെ ആരാധിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച്, കരങ്ങൾ കൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക.
വിശുദ്ധ കുർബാനയുടെ ആഴപ്പെട്ട അനുഭവങ്ങളിൽ ഞങ്ങളുടെ ആത്മാവിനെ നിറയ്ക്കണമേ. ഓ പരിശുദ്ധാത്മാവെ നിറയണമേ. ഓ പരിശുദ്ധാത്മാവെ നിറയണമേ.